ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ആദ്യ വ്ളോഗിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എന്താ ജിമ്മൊക്കെ രാവിലെ തന്നെയാണ് ജിമ്മിലൊക്കെ പോയി ഇതായി ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്താണെന്ന് അറിയില്ല ഗൈസ്, എന്തോ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളൊന്ന് താഴത്ത് പോയേക്കാം, എന്താണെന്ന് അറിയില്ല ഗൈസ്. അപ്പം നമ്മളിന്ന് പുതിയ താറ് ഇതാ അവിടെ കിടക്കുന്നു താറ്. അപ്പം ഞങ്ങളിവിടേക്ക് ഷിഫ്റ്റ് ആയിട്ട് 2 വർഷമായി. അല്ല ഗൈസ്, എൻ്റെ നായനാരോ കൊന്നിട്ടുണ്ടല്ലോ ഗൈസ്. എൻ്റെ നായനാരോ കൊന്നു. ഇതാരോ വണ്ടിയാ ഇതിൻ്റെ വണ്ടി? ഇതാരോ എനിക്കൊന്നു എൻ്റെ നായനെ കൊന്നതിൻ്റെ വണ്ടി എത്തി. നമുക്ക് പോലീസ് സ്റ്റേഷൻ അറിയിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്നാലും കണ്ണനെ വണ്ടി എടുത്തു. പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോയിട്ട് ഫയലൊക്കെ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പം നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നോക്കി ഗാർഡ്സൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് പോയി ഗൈസ്. ഞാൻ നടന്നു പോയി, ഞാൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ഷർട്ടൊന്ന് മാറ്റാം. ഷർട്ട് കൂടെ കണ്ണാടി ഇവിടെ എടുത്തിട്ട് ഞാൻ മുട്ട കാണാതിരിക്കാം. അപ്പോൾ ഗൈസ്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഹലോ സാറേ, എൻ്റെ നായനെ ആരെ കൊന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് രജിസ്ട്രേഷൻ ചെയ്യണം. ഒന്ന് തോന്നാ അവിടേക്ക് പോയേക്ക്, സാറിനോട് പറഞ്ഞാൽ മതി. ആ ശരി സാറേ. സാറേ, സോറി സാറേ, എൻ്റെ നായനെ ആരോ രാവിലെ തന്നെ കൊന്നിരിക്കുന്നു. അവൻ്റെ കാറെടുത്ത് ചെയ്യാന്ന്. സാറൊന്ന് അത് നോക്കുക. അതൊന്നും എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല. വേണമെങ്കിൽ വേറെ ആളോടെങ്കിലും പോയി ചോദിച്ചോ. ഇല്ല, ഒരു വട്ടിയിൽ വന്ന കേസിനെ കൊണ്ടുപോകാം. നമ്മുടെ നായനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. പണി കൊടുക്കാം. അപ്പോൾ പോലെ കൊണ്ട് പോണേ ഒന്നല്ല സാറേ, വെറുതെ മുകളിലോട്ട് പോയിക്കോ. വേവ് തന്നെ അയാളിട്ട് കൊല്ല സ്റ്റിക്കും പറയാം. ക്യാമറ അത് പൊട്ടിച്ചോക്കാം. ക്യാമറ പൊട്ടിക്കാൻ താല്പര്യം അല്ല, ക്യാമറ പോയി ക്യാമറ ഒന്നും കാണുന്നില്ല. ഇവിടെ മുന്നോട്ട് നോക്കി വട്ടക്കാൻ ക്യാമറ പൊട്ടിച്ചിട്ട് കാണുന്നുള്ളൂ. അടിയിലുണ്ടെന്ന് അറിയില്ലല്ലോ. ഇതെന്തത്? എനിക്ക് ഇല്ല. അതൊന്നുമില്ല സാറേ, എൻ്റെ കളിപ്പാട്ടയുണ്ട്. പോകുമ്പോൾ തിരിച്ചറിയാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാർ നേരെ കൊണ്ട ബോഡി കണ്ടാണ് കൊല്ല വേണം. ചത്ത് നമുക്ക് ഹെലികോപ്റ്റർ എടുത്തിട്ട് എവിടേക്കും പോവാം. ഗൈസ്, ഞാൻ 2 ദിവസമായിട്ട് മേടിച്ചിരുന്നു. 2 ദിവസം മുമ്പ് ഹെലികോപ്റ്റർ മേടിച്ചത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഹെലികോപ്റ്റർ. ഞാൻ തന്നെ കണ്ടു നോക്കും. അപ്പോൾ നമുക്ക് വേഗം ആക്സിലേറ്റർ കൊടുക്കാം. നമുക്ക് ആദ്യം എവിടേക്കും കൊണ്ടുപോകാറില്ല. അതിനകത്ത് വീടിനടുത്ത് വലിയ ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ ആർക്കും അറിയത്തില്ല എൻ്റെ വീടാണെന്നുള്ള കാര്യം. വേഗം പോകാം.
എപ്പോഴാണ് പോലീസ് നമ്മൾ വരുന്നറിയില്ല. അപ്പം നമുക്ക് വേഗം ഔട്ടത്തിൽ പോകാം. സ്വിമ്മിംഗ് കൂടെ കാണില്ല, അതാണ് എൻ്റെ ഔട്ട് ഹൗസ്. അപ്പം അതിൻ്റെ പുറകിലോ മുന്നിലോ എവിടെയൊക്കെ നിർത്തുന്നു. കുറച്ച് പാടുണ്ട്, അതിലും നോക്കാനേ കഴിയുന്നില്ല. ഒന്നും കാണണമെന്നില്ല, എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി നിൽക്കും. കാശ് എൻ്റെ കൺട്രോൾ പോകുന്നു. ഞാൻ ആദ്യമായിട്ട് ഹെലികോപ്റ്ററൊക്കെ എടുക്കുന്നു. എവിടെയാ പോയിരിക്കുന്നത് ആർക്കറിയാം. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്സായിരുന്നു. കാശ് എവിടെയാ പോയി തട്ടുന്ന ആർക്കറിയാം. എന്തായാലും നമുക്ക് അവിടെ ഒരു പാർക്ക് ചെയ്യാൻ നോക്കാം. മുന്നിൽ വർക്ക് ചെയ്യാം. പുറത്തൊക്കെ അങ്ങനെ അല്ല, വൈക്ക് വരെ കൈസ് താഴത്തോട്ട് പോകണം. കൈസ് അപ്പം നമ്മൾ താഴത്തിറക്കി. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് വയ്യ കൈസ്. കൈസ് ഇതാണ് എൻ്റെ വീട്. ഇതാ ഹെലികോപ്റ്റർ. കൈസ് ഹെലികോപ്റ്റർ നിൽക്കുന്നില്ലല്ലോ കൈസ്. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം എൻ്റെ മുടിയൊക്കെ വളർന്ന് വലുതായി. ഞാൻ എൻ്റെ ഓഫീസിൽ പോയി ആ പ്രശ്നം കേസൊക്കെ കഴിഞ്ഞു. ഞാൻ പുതിയ ഹൈക്കോഴ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങി. നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. എന്താ പ്രശ്നം എന്നറിയില്ല. വീടൊക്കെ പൊടി വെച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ എന്നാൾ ആഴൊക്കെ വിളിച്ചല്ലോ കായ്ഷ്. നമ്മൾ പുതിയ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ പഴയ വീട്ടിലേക്ക് എത്തി. താറിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഏതായാലും നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാം. നമ്മൾ താറൊക്കെ കുറച്ച് കാലം മേടിച്ചിട്ട്, അപ്പം നമുക്കൊന്ന് മേടിക്കണം. അതിന് കുറച്ച് ദിവസം കഴിക്കാട്ടെ. എനിക്ക് വയ്യ, മുടിയൊക്കെ വളർന്ന് വലുതായി. ഇങ്ങനെയൊക്കെ വെട്ടണം ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ വീട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് ബൈ ബൈ.